ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. വേദാന്ത രഹസ്യങ്ങളെ നമുക്ക് എളുപ്പം മനസ്സിലാകുന്നതിന് വേണ്ടി ഋഷിവര്യന്മാർ പല ഉദാഹരണങ്ങളിലൂടെയും വേദാന്ത സാരത്തെ നമുക്ക് അവതരിപ്പിച്ചു തരാറുണ്ട്. 2 തവളകൾ, അതിലൊരു തവള കിണറ്റിൽ ജീവിക്കുന്ന തവളയാണ്, മറ്റേത് സമുദ്രത്തിൽ ജീവിക്കുന്ന തവളയും. ഈ സമുദ്രത്തിൽ ജീവിക്കുന്ന ഈ തവള കിണറ്റിലെ തവളയോട് വന്ന് പറഞ്ഞു, അല്ലയോ മിത്രമേ, നീ വെറും ചെറിയ ഒരു ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. എന്നാൽ ഇതിലും വലിയ സമുദ്രത്തിൻ്റെ വിശാലത നിറഞ്ഞ ഒരു ലോകം ഈ ഭൂമിയിലുണ്ട്. അത് നീ എന്താണ് അറിയാൻ ശ്രമിക്കാത്തത്? എൻ്റെ കൂടെ വരൂ, ഞാൻ നിനക്ക് ആ വിശാലമായ ലോകത്തെ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഈ കിണറ്റിലെ തവള പറഞ്ഞു, നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. ഈ കിണറ്റിനപ്പുറത്തൊരു ലോകം ഇല്ല. വാസ്തവത്തിൽ ഈ കിണറാണ് എൻ്റെ ലോകം, ഞാനിതിൽ സംതൃപ്തനാണ്. നീ പറയുന്ന കടൽ ഇത്ര ലെവലുകളുള്ളൂ. അല്ല മിത്രമേ, എന്നാൽ ഇത്ര വലുതായിരിക്കും. അത്രയുമല്ല, എന്നാൽ ഇത്ര വലുതായിരിക്കും. നീ കൈകൊണ്ട് കാണിച്ചാലോ സങ്കല്പിച്ചാലോ കടലിൻ്റെ വലുപ്പം നിനക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. നീ ഒരു തവണ എൻ്റെ കൂടെ വരൂ. അങ്ങനെ നിർബന്ധിപ്പിച്ച് ഈ തവള തൻ്റെ മിത്രത്തെ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുന്ന കിണറ്റിലെ തവള. ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ അവസ്ഥയും. വെറും ഒരു കിണറ്റിൽ ജീവിക്കുന്ന, ഈ ചുരുങ്ങിയ ലോകത്തിൽ ജീവിക്കുന്ന ആ തവള. എന്നാൽ ഇവിടെ നമ്മൾ വെറും നമ്മുടെ ഇന്ദ്രിയ ലോകങ്ങളിൽ, സുഖദുഃഖങ്ങളിൽ മാത്രം ജീവിക്കുന്ന നാം ഓരോരുത്തരും കടലെന്ന മഹാസത്യത്തെ, നമ്മുടെ ഉള്ളിലുള്ള സാഗരതുല്യം അനന്തമായ സാധ്യതകളുള്ള ബോധശക്തിയെ തിരിച്ചറിയാതെ, അതിനെ കാണാതെ നമ്മുടെ ചുരുങ്ങിയ ലോകത്തിലിരുന്നു കൊണ്ട് ദുഃഖിക്കുന്ന നാം ഓരോരുത്തരും ദൗർഭാഗ്യവാന്മാരാണ്. എന്നാൽ നാം ദൗർഭാഗ്യവാന്മാരല്ല. എന്തുകൊണ്ട്? കാരണം നമുക്കിതിനെ തിരിച്ചറിയാനും നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാനുമുള്ള കഴിവും ശക്തിയും ഓരോരുത്തരിലും അന്തർലീനമായി ഉള്ളതുകൊണ്ട് നാം ഏവരും സൗഭാഗ്യവാന്മാരാണ്. പക്ഷേ ഭാഗ്യമുണ്ടായിട്ടും ദൗർഭാഗ്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, അതേറ്റവും ദുഃഖകരമാണ്. അതിലൂടെയാണ് ഇന്ന് അധികം മനുഷ്യരും കടന്നു പോകുന്നത്. ഒരു സാഗരത്തിൻ്റെ വലുപ്പവും അനന്തതയും മനസ്സിലാക്കണമെങ്കിൽ സാഗരത്തെ ഒരു തവണ കാണുക തന്നെ വേണം. ഇതുപോലെ നമ്മിലെ അനന്തമായ ശക്തികളെ അറിയണമെങ്കിൽ ഒരു തവണ നാം നമ്മിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധശക്തിയെ അനുഭവിക്കുക തന്നെ വേണം. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയുക തന്നെ വേണം. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതും, യഥാത്തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഈ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ലോകത്തെ ആസ്വദിക്കണം എന്ന ആഗ്രഹം ഏതു നിമിഷം ഒരു മനുഷ്യനിൽ നിന്നും, മനുഷ്യ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നുവോ, ആ സമയം അവൻ തൻ്റെ മനസ്സിനും ബുദ്ധിക്കും അതീതമായ സത്യത്തെ, സമചിത്തതയെ തിരിച്ചറിയുവാൻ യോഗ്യനായിത്തീരുന്നു. നല്ല തണുപ്പുള്ള സമയത്ത് നാം പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ ഒരു ചെറിയ തീ കൂട്ടി ആ ചൂടിലും പ്രകാശത്തിലും നാം ഇരിക്കും. എന്നാൽ പുറമേയുള്ള മഴക്കാർ മുഴുവൻ നീങ്ങി സൂര്യദേവൻ തീവ്രതയോടെ ജ്വലിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നാം തണുത്ത് പുതച്ച് വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങി നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്നത് പോലെയാണ് ഇവിടെ ഈ അനന്തമായ ബോധമാകുന്ന സൂര്യ തേജസ് സദാ നമ്മിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നാം നമ്മുടെ ദുഃഖത്തിൽ നിന്നും പുറത്തു കടന്ന ആ ബോധ ചൈതന്യത്തെ സ്വീകരിക്കുവാൻ യോഗ്യരല്ലാത്തതുകൊണ്ട്, അതിന് നാം പരിശ്രമിക്കാത്തതുകൊണ്ട് മാത്രം നാം ഇന്ന് ദുഃഖിക്കുകയാണ്. ഈ സത്യം നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യദേവനെ മറയ്ക്കുവാൻ യാതൊരു കാർമേഘങ്ങൾക്കും സാധ്യമല്ല. എന്നാൽ നമ്മുടെ നേത്രങ്ങളെ മറയ്ക്കുവാൻ കാർമേഘങ്ങൾക്ക് സാധ്യമാകുന്നത് പോലെ ബോധശക്തിയെ കുറയ്ക്കുവാനോ ദുർബലമാക്കുവാനോ ചിന്തകൾക്ക് സാധ്യമല്ലെങ്കിലും, ഈ ചിന്തകളോടുള്ള താതാത്മ്യം കൊണ്ട്, താരതമ്യം കൊണ്ട് ഈ മനസ്സ്
ഞാൻ ചിന്തയാണ്, ഞാൻ മനസ്സാണ് എന്ന ചിന്ത നമ്മിൽ ഉണ്ടാകുന്നതുകൊണ്ട്, ഞാൻ ബോധശക്തിയാണ് എന്ന തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ചിന്തകളിൽ കുരുങ്ങി ദുഃഖിക്കുവാൻ നാം ബാധ്യസ്ഥരായിത്തീരുന്നു. എന്നാൽ ഏതൊരു നിമിഷം ഒരു മനുഷ്യൻ അവൻ്റെ സകല ശക്തികളെയും സംഭരിച്ചുകൊണ്ട് പരിശ്രമത്തിലൂടെ മനസ്സിനെ സാധനാനുഷ്ഠാനങ്ങളിലൂടെ സുശക്തമാക്കിക്കൊണ്ട് ചൈതന്യമാക്കിക്കൊണ്ട് പരിശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ വലിച്ചെറിഞ്ഞ് അതിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു കടക്കുവാൻ സാഹസം ഏതൊരു മനുഷ്യനിലാണോ ഉള്ളത്, എല്ലാവരിലും ഉണ്ടെങ്കിലും ആ സാഹസത്തെ ഏതൊരാൾക്കാണോ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്, അവരാണ് ജീവിതത്തെ യഥാർത്ഥമായി ആസ്വദിക്കുന്നത്. അവരാണ് ജീവിതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത്. അല്ലാത്തവർ വെറും ഇന്ദ്രിയ ലോകങ്ങളിലും മറ്റുള്ളവർ തരുന്ന സുഖദുഃഖങ്ങളിലും തൻ്റേതായ സുഖദുഃഖങ്ങളിലും മാത്രം ജീവിച്ചാൽ സത്യമെന്താണെന്നോ ജീവിതം എന്താണെന്നോ തിരിച്ചറിയാതെ ഈ ജീവിതം പാഴാക്കി പോകുന്നതാണ്. അതിന് നാം അനുവദിക്കരുത്. അതുകൊണ്ട് രണ്ടു കാര്യങ്ങൾ ജീവിതത്തിൽ മറക്കാതെ കൊണ്ടു നടക്കൂ: കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. ഈ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ദൗർബല്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.